എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. പക്ഷേ എത്തിച്ചേരുവാൻ കഴിയും. അത് എങ്ങനെയാണെന്ന് വേദപുസ്തകം വളരെ ആധികാരികമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിരവധി മാർഗങ്ങൾ, അതിനുള്ള നിരവധി ഉപാധികൾ തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അവയിൽ ഒരു ചിലത് മാത്രം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വായിക്കാം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം. പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. Jesus constrained his disciples to get a ship എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു അവരെ അഥവാ ശിഷ്യന്മാരെ പടകിൽ കയറി അക്കരെ പോകുവാൻ നിർബന്ധിച്ചു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. നോക്കണം, ഇവിടെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അക്കരയ്ക്ക് പോകണം. അക്കരയ്ക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം? പടകിൽ കയറണം. പടകിൽ കയറത്തിടത്തോളം സമയം അക്കരെ പോകുവാൻ കഴിയുകയില്ല. മലയാളം ബൈബിളിൽ പടക് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു ടു ഗെറ്റ് എ ഷിപ്പ്. കപ്പൽ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കപ്പൽ. അപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ കപ്പലിൽ എന്ത് ചെയ്യണം? കയറണം. കപ്പലിൽ കയറി നിങ്ങൾ അക്കരയ്ക്ക് പോകണം. കപ്പലിൽ കയറിയെങ്കിൽ മാത്രമേ അക്കരയിൽ എത്തിച്ചേരുവാനായി കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കപ്പൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കയറേണ്ട വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കയറേണ്ട കപ്പൽ, ഈ കപ്പലിന്റെ പേരെന്താ? വായിക്കാം ഒരു വാക്യം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഇവിടെ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ, തന്റെ പ്രവർത്തന മുഖാന്തരം രക്ഷിക്കപ്പെട്ടവനാണ്, അദ്ദേഹത്തിന്റെ ആ സുവിശേഷീകരണത്തിൽ കൂട്ടാളിയായിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തിമോഥെയോസിനെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിരവധനായ തിമോഥെയോസ് ഒരിക്കലും പരാജയപ്പെടുവാൻ പാടില്ല എന്ന് പൗലോസ് ഉറയ്ക്കുവാനിടയായി. അതിന്റെ അടിസ്ഥാനത്തിൽ തിമോഥെയോസിനെ ഈ കത്തെഴുതുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ തിമോഥെയോസേ, നീ നിൽക്കുന്ന മേഖല അല്പം ബുദ്ധിമുട്ടും ദുരിതങ്ങളും നിറഞ്ഞ സാഹചര്യമുള്ളതാണ്. ഇവിടെ സുഖകരമായി മുന്നോട്ട് പോകുവാൻ നിരവധി വെല്ലുവിളികൾ നീ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാനമായി അനേക വ്യക്തികളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിമോഥെയോസിനെ പോലുള്ള, അലക്സാണ്ടറിനെ പോലുള്ള, ദേമാസിനെ പോലുള്ള വ്യക്തികളെയൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ട് തിമോഥെയോസിനോട് പറയുന്നു, അല്ലയോ തിമോഥെയോസേ, ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കേറേണ്ട കപ്പലിന്റെ പേര് മറ്റൊന്നുമല്ല, ആ കപ്പലിന്റെ പേരാണ് വിശ്വാസത്തിന്റെ കപ്പൽ. പ്രൈസ് ദി ലോർഡ്. അക്കരെ നാട്ടിൽ എത്തിച്ചേരുവാൻ ഇറങ്ങിത്തിരിക്കപ്പെട്ട ദൈവമക്കളാണ് നാം ഓരോരുത്തരും. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശ്വാസ കപ്പലിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസ കപ്പലിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ മറുകരയിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ഈ കരയിൽ നിന്ന് ആ കരയിൽ എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. പക്ഷേ അനേകരുടെ യാത്രയിൽ ഈ കപ്പലുകൾ തകർന്നുപോയി, ഈ കപ്പൽ നിലനിൽപ്പില്ലാതായി, അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു തരിപ്പണമായി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും മറുകരയിൽ എത്തണമെന്നാണ്. അതുകൊണ്ട്
നാം നിർബന്ധമായും എന്ത് ചെയ്യണം? പടകിൽ കയറണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു അവരെ നിർബന്ധിച്ചാണ് പടകിൽ കയറ്റുന്നത്. യേശു പോകുന്നതിന് മുന്നേ തന്നെ അവരെ നിർബന്ധിച്ച് പടകിൽ കയറ്റുന്നു. ഒരു കാര്യം സത്യമാണ്, പടകിൽ കയറാത്തിടത്തോളം കാലം, വീണ്ടും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തിടത്തോളം കാലം അവർ നിത്യതയിൽ എത്തിച്ചേരുവാൻ ഒരു ദൈവത്തിന്റെ പൈതലിനാവില്ല എന്ന് പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഇബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വേഗത്തിൽ പഠിച്ചാട്ടെ. ഇബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും ഒരു ഹല്ലേലൂയ പറയട്ടെ. ഇപ്പോൾ എന്താണ് ഈ പടകിലുള്ള യാത്രയിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒന്ന്, ദൈവം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രതിഫലം അവിടെ നിന്ന് നൽകുന്നു എന്ന് വിശ്വസിക്കണം. ഇപ്പോൾ നമ്മുടെ വിശ്വാസമാണ് ലോകത്തെ ജയിക്കുന്ന ജയം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വിശ്വാസം കൂടാതെ ഒന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവിക്കുവാനോ പ്രാപിക്കുവാനോ നമുക്ക് സാധ്യമല്ല. വിശ്വാസം എന്നത് അതൊരു കപ്പലാണ്. അതൊരു കപ്പലാണ്. ഈ ആഴക്കടലിലൂടെയുള്ള യാത്രയിൽ വിശ്വാസമെന്ന ആ നങ്കൂരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വിശ്വാസമില്ല എങ്കിൽ ഈ യാത്രയിൽ ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകുക. ഇവിടെ നിന്ന് ഉയർന്നു വരുന്ന തിരമാലകളുടെ ഹുങ്കാര ശബ്ദം കേട്ട ഒരുപക്ഷെ ഭയപ്പെട്ട അലറി വിളിച്ച് പത്രോസിനെ പോലെ മുങ്ങിത്താഴേണ്ട സാഹചര്യങ്ങൾ ഒരുപക്ഷെ വന്നുഭവിക്കുക. അതുകൊണ്ട് ഈ ആഴക്കടലിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ മറുകരയിൽ എത്തിക്കുന്നതിന് ആവശ്യമായ വിശ്വാസം ദൈവത്തിന്റെ പൈതൽ കൈമുതലായി സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ വിശ്വാസം ഇല്ലെങ്കിൽ, ഈ പടകില്ലെങ്കിൽ, ഈ ഷിപ്പില്ലെങ്കിൽ നമുക്ക് അക്കരെ എത്തുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ ദാവീദ് ഇതുപോലെ പല നിലകളിലുള്ള ഒറ്റപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. പലപ്പോഴും അദ്ദേഹം കൈവിടപ്പെട്ടു പോയതായ അവസ്ഥകൾ ഉണ്ടായി. അത് നമ്മൾ ശമൂവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ തിരുവെഴുത്ത് പഠിക്കുമ്പോ അവൻ രാജാവിന് ഇതുപോലെ ഒരു കരയുടെ സമീപേ യോർദാന്റെ കരയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. ഈ സാഹചര്യം ഉണ്ടായപ്പോൾ അവൻ ദാവീദിന് എങ്ങനെ പോകണമെന്ന് യാതൊരു എത്തുപിടിയുമില്ല. പോകുവാനുള്ള വഴി അറിയില്ല, സാഹചര്യമില്ല. അവന് യോർദാൻ കടക്കണം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് യാതൊരു എത്തുപിടിയുമില്ലാതെ ദാവീദും കുടുംബവും അവിടെ നിൽക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? നമ്മളവിടെ വായിക്കുന്നു, അവിടെ ദൈവം തമ്പുരാൻ ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ വ്യക്തി ഈ രാജാവിന്റെയും കുടുംബത്തിന്റെയും യാത്രയ്ക്കായി ഒരു പടകിനെ കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ 18-ാമത്തെ വാക്യം വായിച്ചാട്ട്, രാജാവിന്റെ കുടുംബത്തെ ചങ്ങാടം അക്കരെ ചെന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ടോ? നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടപ്പോ ഈ വേദഭാഗമൊക്കെ വല്ലപ്പോഴും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, വല്ലപ്പോഴും ഒന്ന് വേദപുസ്തകം എടുത്ത് വായിച്ചിരുന്നെങ്കിൽ ഈ ഗതികേട് നമുക്ക് വരുന്നില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പൊ ദാവീദിന് അക്കരെ പോകേണ്ടതിന് ചങ്ങാടം എന്ത് ചെയ്തു? പടകിനെ കൊണ്ടുവന്നു.
ദാവീദിനെയും കുടുംബത്തെയും അതിനകത്ത് കയറ്റി അവർ അക്കരെ കൊണ്ട് എത്തിക്കുവാനിടയായി. ഒരു കാര്യം മനസ്സിലാക്കണം, ദാവീദ് ആരാണ്? ദാവീദ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അഭിഷേകം ചെയ്യപ്പെട്ടവനാണെങ്കിൽ ദാവീദിന് അക്കരെ പോകണമെങ്കിൽ പടകിന്റെ ആവശ്യമുണ്ടായിരുന്നു, ചങ്ങാടത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. പടകില്ലാത്തിടത്തോളം സമയം ദാവീദ് അഭിഷേകനായാലും അക്കരെ ചെന്നെത്തുവാൻ കഴിയത്തില്ല. മനസ്സിലാക്കുന്നവർ കർത്താവിന്റെ കരം മകരുന്നതാണ്. നോക്കണം, ഒരുപക്ഷെ നമ്മൾ പറയും നമ്മൾ രക്ഷിക്കപ്പെട്ടു, ജ്ഞാനസ്നാനം എടുത്തു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലുണ്ട്, ആത്മാവിനാൽ എന്നെ മുദ്ര വച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ അവകാശം പറയും. ദാവീദും അതുപോലെയാ. അവർ സ്തോത്രം ചെയ്യുന്നു, നിരവധി പാകൻ സ്തോത്രം കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് ദാവീദ്. അവർ തന്റെ പേരിൽ ഒരു ശക്തമായ അഭിഷേകമുണ്ട്. ഗോലിയാത്തിനെ പോലുള്ള ശക്തന്മാരായ അധികായകന്മാര് ഒറ്റക്കല്ലിനാൽ എറിഞ്ഞു വീഴ്ത്തുവാനുള്ള അധികാരം പ്രാപിച്ചവരാണ്. അവർ തന്റെ മുന്നിൽ വരുന്ന ചവൻ കരടിയെയും സിംഹത്തെയും വലിച്ചു കീറുവാൻ അവൻ ബലമുള്ളവരാണ് ദാവീദ്. ഈ ദാവീദിന് അവൻ അക്കരെ പോകുവാൻ കഴിയുന്നില്ല, അഭിഷേകമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവൻ ചങ്ങാടം വന്നതിന് ശേഷമാണ് അക്കരെ പോകുവാൻ കഴിഞ്ഞത്. വിശ്വാസമില്ലെങ്കിൽ അവൻ അക്കരെ നാട്ടിൽ എത്തിച്ചേരാമെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. അനേകരുടെ വിശ്വാസ കപ്പൽ അവൻ തകർന്നു പോകുവാനിടയായി, അനേകർ പട്ടുപോകുവാനിടയായി, അനേകരുടെ ആത്മീയ ആയുധങ്ങൾ അവൻ സൃഷ്ടിച്ചു പോകുവാനിടയായി. ഇന്നത്തെ കാലം വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഓർപ്പിച്ചു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാവർക്കും വിശ്വാസം ദൈവം തന്നിട്ടുണ്ടോ? എല്ലാവർക്കും വിശ്വസിപ്പാൻ അവസരം ദൈവം തന്നിട്ടുണ്ട്. എല്ലാ ദൈവമക്കൾക്കും വിശ്വസിപ്പാനുള്ള അവസരമുണ്ട്. പക്ഷെ എല്ലാവരിലും ആ വിശ്വാസം ഇല്ല. അവൻ തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗം നമ്മൾ പഠിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുക, സഭയ്ക്കാണ് അകത്ത് എഴുതുന്നത്, സഭയോട് പറയുക, എല്ലാവരിലും വിശ്വാസം ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരിലും വിശ്വാസമില്ലല്ലോ. അവൻ കർത്താവിന്റെ വരവ്, മനുഷ്യപുത്രന്റെ വരവിൽ അനേകരിൽ വിശ്വാസം കണ്ടെത്തുവാൻ കഴിയത്തില്ല. അവൻ പൗലോസ് പറയുന്നു, അനേകർ സ്വസ്നേഹികളാകും, അനേകർ സ്വാർത്ഥമതികളായി തീരും, അനേകർ നമ്മ പറയുന്നവരായി മാറും. അവരെല്ലാവരിലും വിശ്വാസം കണ്ടെത്തുവാൻ കഴിയത്തില്ല എന്നാണ് പൗലോസ് മറ്റൊരു ഭാഗത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയിരിക്കുന്നു എന്ന് നമ്മൾ ശോധന ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം, അവൻ തിരമാലകൾ കയറി വന്നപ്പോൾ പടകിനെതിരെ, അവൻ വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ, പടക് മുങ്ങി താഴുവെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആശങ്കപ്പെടുകയാണ്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അല്ലയോ ശിഷ്യന്മാരെ, നിങ്ങൾ നാളിൽ വരെ എന്നോട് കൂടെ നടന്നില്ലേ? അത്ഭുതങ്ങൾ കണ്ടില്ലേ? വിശ്വാസത്തിന്റെ പാഠം ഞാൻ പഠിപ്പിച്ചില്ലേ? എന്നിട്ട് നിങ്ങളുടെ വിശ്വാസം എവിടെ? വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിശ്വാസം ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. റോമലേഖനത്തിൽ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, അത് വിശ്വാസം ദൈവം ഓരോരുത്തർക്കും ഓരോ നിലയിലാണ് നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും വലിയ വിശ്വാസമില്ല, എല്ലാവർക്കും അതിവിശുദ്ധ വിശ്വാസമില്ല, എല്ലാവർക്കും വിലയേറിയ വിശ്വാസമില്ല. ചിലർക്ക് അല്പവിശ്വാസമാണ്, ചിലരുടെ വിശ്വാസം അതിലും താഴെയാണ്. റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തമ്പുരാൻ ഓരോരുത്തർക്ക് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെ പ്രാപ്തി അനുസരിച്ച് എന്തെങ്കിലും വിശ്വസിക്കുവാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഉറപ്പിക്കട്ടെ, നിങ്ങൾ ഒരുപക്ഷെ ഒരു അല്പവിശ്വാസിയായിരിക്കാം, അല്ലെങ്കിൽ വിലയേറിയ വിശ്വാസമുള്ള വ്യക്തിയാകാം, അല്ലെങ്കിൽ അവൻ സ്തോത്രം ചെയ്യുന്നു അതിപരിശുദ്ധ വിശ്വാസമുള്ള വ്യക്തിയാകാം. അവൻ ഏത് വിശ്വാസമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് നിങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസം അത് ഇന്ന് നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ?
വിശ്വാസം എവിടെ? യേശു ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ല. നമ്മൾ വല്ലാതെ പരിഭ്രാന്തരായി തീരുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വാസത്തിന്റെ നായകനെ പൊങ്ങി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുവാൻ ദൈവസഭ നടന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ വിശ്വാസമുള്ളവരായി തീരുക. ഈ വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാൻ ആരംഭിക്കുക. ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിച്ചു നോക്കുവീൻ. പ്രൈസ് ദി ലോർഡ്. അനേകം വിശ്വാസത്തിൽ നിന്ന് വീണുപോയി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? വിശ്വാസമാകുന്ന പടകിൽ തന്നെയാണോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലയോ പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, അനുജന്മാരെ, അനുജത്തിമാരെ, അക്കരെ നാട്ടിലെത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ നാടായിരുന്നില്ല, നമ്മളിവിടെ അന്യരാണ്, ഇവിടെ നമ്മൾ പരദേശികളാണ്, ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമുക്ക് തന്നെ സ്വയമായി പരിശോധിക്കുക. ഒന്ന്, അക്കരെ എത്തിച്ചേരുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മാർഗമാണ്, ഉപാധിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വായിച്ചാട്ടെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം, അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. മതി. നമ്മളിവിടെ വായിക്കുന്ന ഭാഗം ദൈവജനമായ ഇസ്രായേൽ ദീർഘവർഷങ്ങൾ യാത്ര ചെയ്തു. അവർ ഈജിപ്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ശേഷം ചെങ്കടൽ എന്ന മറുകര അവർ കടന്നു. ചെങ്കടലിൽ നിന്ന് മറുകര കടന്നു. ദീർഘ 40 ആണ്ടുകൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. മരുഭൂമിയുടെയും മറുകര കടന്നു. ഇപ്പോൾ ഈ ജനം യോർദാന്റെ തീരത്ത് വന്ന് നിൽക്കുകയാണ്. ഇവർക്ക് അക്കരെ ചെല്ലുവാൻ ഒരു ചെറിയ തടസ്സം മാത്രമേ ഉള്ളൂ, യോർദാൻ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. യോർദാന്റെ കുത്തൊഴുക്ക് അതിശക്തമാണ്. യോർദാനിൽ വെള്ളമില്ലാത്ത സമയം ഇല്ല. യോർദാൻ എല്ലായ്പ്പോഴും നിറഞ്ഞ കവിയുന്ന ഒരു നദിയാണ്. യോർദാന്റെ ഈ ഹുങ്കാര ശബ്ദത്തോടെയുള്ള ജലപ്രവാഹത്തിന്റെ കുത്തൊഴുക്ക് കണ്ട് അനേകർ അതിലേക്ക് ഇറങ്ങുവാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ ദൈവജനം അക്കരെ പോകണമെങ്കിൽ ഈ യോർദാൻ കടന്നേ തീരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇസ്രായേലിന്റെ ലക്ഷ്യം? എന്തിനാണ് ദൈവം ഈജിപ്തിൽ നിന്ന് അവൻ ജനത്തെ പുറത്തു കൊണ്ടുവന്നത്? അവൻ ഒറ്റ ലക്ഷ്യമേയുള്ളൂ, അവൻ ഈ ജനം അക്കരെ പോകണം. പ്രൈസ് ദി ലോർഡ്. 400 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദത്തമാണ് കനാൻ എന്ന് പറയുന്ന നാട്, പാലിൽ തേൻ ഒഴുകുന്ന നാട്. ആ ദേശം കൈവശമാക്കണം. അതിനാണ് 40 ആണ്ടുകൾ ദീർഘമായ യാത്ര മരുഭൂമിയിലൂടെ നിർവഹിച്ചത്. അതിനാണ് ചെങ്കടലിലൂടെ കടന്നു വന്നത്.
ഇപ്പോൾ അവർ യോർദാന്റെ തീരത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ വാഗ്ദത്ത ഭൂമി അവകാശമാക്കുവാൻ ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്ത അവകാശ ഭൂമി സ്വന്തമാക്കേണ്ടതിന് അവർ യോർദാന്റെ തീരത്ത് വന്നെത്തിയിരിക്കുന്ന സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. അക്കരെ കടക്കണം. എന്താ വഴി? ഇവിടെ അവർ നേരിടുന്ന വെല്ലുവിളി എന്താ? ഒന്ന്, യോർദാന്റെ കുത്തൊഴുക്ക് ദൈവജനത്തിന് അക്കരെ കടത്തുവാൻ തടസ്സമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ടുള്ള യാത്രയിൽ നിരവധിയായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അമാലേക്യ മല്ലന്മാരുണ്ട്. ഇത്തരത്തിലുള്ള യോർദാന്റെ ശക്തികൾ നമുക്കെതിരെ തന്നെ ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെല്ലുവിളിയായി നമ്മൾ കണ്ട് അറച്ച് മാറിപ്പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അക്കരെ കടക്കാൻ യോർദാന്റെ കുത്തൊഴുക്ക് തടസ്സമായി നേരിടുന്നു. അത് ഒന്നാമത്തെ വെല്ലുവിളി. രണ്ട്, അവർ നേരത്തെ ആണെങ്കിൽ നമ്മൾ കണ്ടു ദാവീദിനെയൊക്കെ അക്കരെ കടത്തുവാൻ ചങ്ങാടവും പടകും എല്ലാം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ശിഷ്യന്മാരെയും കർത്താവ് പടകിൽ കയറ്റി വിട്ടു. പക്ഷേ ഇവിടെ പടകില്ല, കപ്പലില്ല, പോകാനുള്ള യാതൊരു വഴിയും അവർക്കില്ല. വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ യോർദാന്റെ കുത്തൊഴുക്ക് ഒരു വശത്ത്, പോകുവാനുള്ള മേൽപ്പാലമില്ല, പോകുവാനുള്ള കപ്പലോ പടകുകളോ അവിടെ ഒരുക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, ഇവർ ഏകദേശം 18-20 ലക്ഷത്തിലധികം ജനമുണ്ട്. ചിലർ പറയുന്നത് ഏകദേശം 30 ലക്ഷത്തിലധികം ജനമുണ്ടെന്നാണ്. എത്രയും ആകട്ടെ. അപ്പോൾ ഇത്രയും ലക്ഷം ജനം ഇപ്പോൾ യോർദാന്റെ തീരത്ത് വന്നു നിൽക്കുകയാണ്. അഥവാ കപ്പലുണ്ടെന്ന് കരുതുക. എത്ര കപ്പൽ അവർക്ക് അക്കരെ എത്തുവാൻ വേണ്ടി വരും? എത്ര പടകിൽ യാത്ര ചെയ്താൽ ഇത്രയും ഈ 30 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷത്തിലധികം വരുന്ന ജനം യാത്ര ചെയ്യേണ്ടി വരും? എത്ര പഠിക്കേണ്ടി വരും? അവർ സിദ്ധിയിൽ നിന്നും യാത്ര തിരിച്ച് ഇപ്പോൾ യോർദാന്റെ സമീപത്ത് വന്നിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇനി അവർക്ക് അക്കരെ പോകണം. പ്രൈസ് ദി ലോർഡ്. കപ്പലില്ല, യോർദാന്റെ കുത്തൊഴുക്കുണ്ട്. എന്ത് ചെയ്യും? ഒരു എത്തുംപിടിയുമില്ല. പക്ഷെ പോയേ പറ്റത്തുള്ളൂ. ദൈവം പിതാക്കന്മാർക്ക് കൊടുത്ത അവകാശമാണ്. അത് പ്രാപിച്ചേ മതിയാകൂ, വെട്ടിപ്പിടിച്ചേ മതിയാകൂ. യുദ്ധം ചെയ്യേണ്ടവരോട് യുദ്ധം ചെയ്യണം, പക്ഷെ എവിടെ ചെല്ലണം? ഇവിടെ തമ്പുരാൻ ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. പുതിയ ഒരു ഫോർമാറ്റ് തമ്പുരാൻ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? അതിങ്ങനെയാണ്. പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അവർ യോർദാനിൽ ഇറങ്ങണം. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാം, കുത്തിക്കൊടുക്കി വരുന്ന യോർദാനായിരിക്കാം മുൻപിലുള്ളത്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധനെ വിളിച്ചു പറയുന്നു, എത്ര ശക്തമായി ഇത് നമുക്കെതിരെ കടന്നു വരട്ടെ, എന്നാൽ കുത്തിക്കൊടുക്കി വരുന്ന യോർദാന്റെ നടുവിൽ ഇറങ്ങുവാൻ തയ്യാറുള്ള ചങ്കൂറ്റമുള്ള ധൈര്യശാലികളായ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുണ്ടെങ്കിൽ ഈ യോർദാൻ നമുക്ക് തരണം ചെയ്യുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഈ യോർദാൻ കടക്കണമെങ്കിൽ ഒന്ന്, നിയമപ്പെട്ടകം വേണം. രണ്ട്, ഇത് ചുമക്കുവാനുള്ള പുരോഹിതന്മാർ ഉണ്ടായിരിക്കണം. പുരോഹിതന്മാരുണ്ടായിരുന്നാൽ മാത്രം പോരാ, അവൻ സ്തോത്രം ഈ യോർദാനിൽ ഇറങ്ങുവാനുള്ള ധൈര്യമുള്ളവരായിരിക്കണം. അവർ ഈ യോർദാനിൽ ഇറങ്ങാൻ അവർ തയ്യാറാകുന്നവരായിരിക്കണം. യോർദാനിൽ ഇറങ്ങുവാൻ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള പുരോഹിതന്മാരെയാണ് അവൻ സ്തോത്രം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോൾ ഇത്രയും ലക്ഷത്തിലധികം ജനത്തിന് അക്കരെ പോകണമെങ്കിൽ അവൻ ഒരു ചെറിയ ഒരു വഴി ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. വിശാലമായ ഒരു വഴിയുടെ ആവശ്യമുണ്ട്. ഇവിടെ ദൈവം പറഞ്ഞു, എന്ത് ചെയ്യണം? പെട്ടകമെടുത്ത് പുരോഹിതന്മാർ ആദ്യം യോർദാനിലേക്ക് കാലെടുത്ത് വയ്ക്കണം. അപ്പോൾ യോർദാന്റെ കുത്തൊഴുക്കുകൾ നിലയ്ക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം അധികാരമുള്ള അഭിഷേകത്തോടെ, ദൈവശക്തിയോടെ നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ പെട്ടകവുമായി ഇറങ്ങുവാൻ
ദൈവം തമ്പുരാൻ അവരെന്താ ചെയ്തെന്നറിയാമോ? ഈ പുരോഹിതന്മാരെ തമ്പുരാൻ അവിടെ നിയമിക്കുന്നു പെട്ടകം ചുമക്കുവാൻ. അവർ ഇറങ്ങി. നമ്മളിവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ സ്തോത്രം, ജനത്തിനും പെട്ടകത്തിനും മധ്യത്തിൽ എത്ര മുഴം അകലമുണ്ടായിരുന്നു? 2000 മുഴം അകലമുണ്ടായിരുന്നു. 2000 മുഴം എന്ന് പറയുമ്പോൾ അടിക്കണക്ക് നമ്മൾ പഠിച്ചാൽ ഏകദേശം 3000 അടി. അപ്പോൾ ഈ 3000 അടി ദൂരത്തിലാണ് പെട്ടകത്തിൽ നിന്ന് അകന്നാണ് ജനം എന്ത് ചെയ്തത്? യാത്ര ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും വിശാലമായ ഒരു വഴിയാണ് എന്റെ ദൈവം യോർദാനിൽ തന്റെ ജനത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. ഒരു ഒറ്റ വരിയായിരുന്നില്ല, ഒരാൾക്ക് പോകുവാനുള്ള. അവൻ നമ്മൾ സാധാരണ വരമ്പ്, അവൻ വയലിൽ കാണപ്പെടുന്ന അവൻ വരമ്പ് പോലെയുള്ള ഒരു വഴിയായിരുന്നില്ല. എന്റെ തമ്പുരാൻ ഒരുക്കിയ വഴി അവൻ വിശാലമായ വഴിയായിരുന്നു. ഇന്ന് പകൽക്കാലം അധികാരം പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച അവൻ ദൈവജനം യോർദാനിൽ ഇറങ്ങുവാൻ പെട്ടിയുമായി തയ്യാറായ അവൻ നിന്റെ മുമ്പിൽ കുത്തി വരിക വരുന്ന, നിന്റെ വഴിയെ അടച്ചു കളയുന്ന അവൻ യോർദാൻ തമ്പുരാൻ മാറ്റി ഒരു വിശാല വഴി തുറന്നിടുക. നിന്റെ അക്കരെ കൊണ്ടെത്തിക്കുക. എന്റെ അപ്പനെ കഴിഞ്ഞു അവൻ വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ യോർദാനിൽ വെള്ളം വർഷങ്ങളായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ കുത്തൊഴുക്ക് നിലയ്ക്കുമ്പോ എന്ത് സംഭവിക്കാം? വെള്ളം നിലച്ചാലും വെള്ളം മാറിയാലും അവിടെ ചേറുണ്ട്, ചെളിയുണ്ട്, വഴുവഴുപ്പുണ്ട്. യാത്രയ്ക്ക് തടസ്സം തന്നെയാണ്, പോകുവാൻ കഴിയത്തില്ല. പക്ഷേ തിരുവെഴുത്തിൽ പറയുന്നു, എന്റെ അപ്പൻ എപ്പോ കൽപ്പിച്ചോ ആ സമയത്ത് തന്നെ ആ യോർദാൻ ഉണങ്ങിയ ജലമാക്കി എന്റെ ദൈവം മാറ്റുവാനിടയായി. എന്റെ അപ്പൻ ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ, എന്റെ അപ്പൻ ഒരു പാത തുറന്നു കഴിഞ്ഞാൽ അതിൽ വഴിവഴുപ്പുണ്ടാകുന്നില്ല, അതിൽ ചെറുതും ചെറിയും കാണത്തില്ല. അവൻ പോകുവാൻ ക്രിയാത്മകമായ, പോകുവാൻ സുഗമമായ പാത വെട്ടിത്തെളിച്ചു നൽകുന്നവരാണ്. അവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ പ്രപഞ്ചത്തിന്റെ ഉടയവനെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിൽ ആശ്രയിക്കുന്ന വിശുദ്ധ ജനങ്ങളെ ഓർത്ത് ഞാനുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. Praise the Lord. നോക്കണം, ഇവര് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അക്കരെ പോകണമെങ്കിൽ എന്ത് വേണം? പെട്ടകം വേണം. അക്കരെ പോകണമെങ്കിൽ പുരോഹിതന്മാർ വേണം. വെറും പുരോഹിതന്മാരുണ്ടായിരുന്നാൽ അക്കരെ ചെല്ലാനായി പറ്റത്തില്ല. അക്കരെ ചെല്ലണമെങ്കിൽ ആദ്യം പെട്ടകം ഉണ്ടായിരിക്കണം. Praise the Lord. ഈ പെട്ടകത്തെ കുറിച്ച് ഞാൻ ധാരാളം പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ അക്കരെ ചെല്ലുവാൻ ഈ പെട്ടകം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമ്മളോട് വായിച്ചത് അനുസോദം ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. 3-ാമത്തെ വാക്യം. നിയമപ്പെട്ടകത്തെ നിങ്ങൾ കാണണം. Praise the Lord. അപ്പോൾ ആദ്യം നിങ്ങൾ കാണേണ്ടത് യഹോവയുടെ പെട്ടകത്തെയാണ്. Praise the Lord. ഈ ദൈവത്തിന്റെ പെട്ടകത്തെ കാണുവാനിടയായി തീർന്നാൽ അവർ നിങ്ങൾക്ക് അക്കരെ ചെല്ലുവാനായി കഴിഞ്ഞു. അവർ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ഇന്ന് മകൾക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പെട്ടകത്തെ ഇന്ന് മകൾക്കാലം, ഈ പെട്ടകം എന്ന് പറയുന്നത് അത് ഉടമ്പടിയുടെ പെട്ടകമാണ്, അത് നിയമത്തിന്റെ പെട്ടകമാണ്. ഞാൻ ഇങ്ങനെ പറയാം, നാം ഓരോരുത്തരും നിയമപ്പെട്ടകമായി മാറണം. Praise the Lord. എന്താണ് അതിന്റെ അർത്ഥം? നാം ഓരോരുത്തരും നിയമപ്പെട്ടകമായി മാറണമെന്ന് പറഞ്ഞാൽ, നാം ഓരോരുത്തരും ഈ ഉടമ്പടിയുടെ പെട്ടിയായി തീരണമെന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടണം, ദൈവസന്നിധിയിൽ സമർപ്പിതരാകണം, അവർ ദൈവസന്നിധിയിൽ ഉടമ്പടിയിൽ അവർ ഒപ്പുവയ്ക്കണം, ദൈവമായ ഒരു കരാറിൽ ഏർപ്പെടണം. എങ്കിൽ മാത്രമേ ഈ പെട്ടകം തന്നെ അക്കരെ എത്തിക്കത്തുള്ളൂ. Praise the Lord. അക്കരെ എത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠ ആവശ്യമാണ്.
തീരുമാനം ആവശ്യമാണ്. ദൈവമായുള്ള ഒരു ഉടമ്പടി ആവശ്യമാണ്. ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ അവൻ അനേകരിൽ തെറ്റിക്കിടക്കുകയാ. ഈ ഉടമ്പടി ചെയ്ത് വിശുദ്ധന്മാരാകുവാൻ എന്ത് ചെയ്യണം? 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1 യാഗം കഴിക്കണം, 2 ദൈവവുമായി നിയമം ചെയ്യണം. യാഗം നിയമം ചെയ്തവരാണ് വിശുദ്ധന്മാര്. അവരെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കൂട്ടുന്നത്, അഥവാ അവരാണ് കരാറിനാണ് അവകാശമാക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യണം. അനേക ദൈവത്തോട് ചില ഉടമ്പടികൾ ചെയ്തു. ദൈവം എനിക്ക് സൗഖ്യം തന്നാൽ, ദൈവനെ വിടുവിച്ചാൽ, അല്ലെങ്കിൽ ഈ ആദ്യത്തെ അവൻ എല്ലാ ആരാധനകളിലും ഞാൻ പങ്കെടുത്തു, അവൻ ആലയത്തിൽ ഒരാളെയെങ്കിലും കൊണ്ടുവരൂ, ദൈവസന്നിധി എത്ര മണിക്കൂർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കൂ, ഇത്ര നേരം ഞാൻ ദൈവത്തിനെ വായിക്കൂ, എന്തൊക്കെ നിരവധി തീരുമാനങ്ങൾ എടുത്ത നിരവധി പുള്ളികളുണ്ട്. നിങ്ങളുടെ പ്രതിജ്ഞ എവിടെയാണ്? നിങ്ങളുടെ തീരുമാനം എവിടെയാണ്? യാഗത്തിൽ കൈകൾ പ്രകടിക്കുന്ന ഇടിഞ്ഞു കിടക്കുകയാ. അക്കരെ നാട്ടിലേക്ക് പോകുവാൻ ഇറങ്ങി തിരിച്ച ദൈവത്തിന്റെ പൈതലേ, ആ യാഗപീഠത്തെ ഇന്ന് പകൽക്കാലം കെട്ടി ഉയർത്തുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം യാഗം ചെയ്ത നിയമം കഴിക്കുന്ന വിശുദ്ധന്മാരെയാണ് തമ്പുരാൻ ചേർക്കുവാൻ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം എന്തൊക്കെ അർപ്പിക്കണമോ അതെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനിടയാകണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിന്റെ ഏകനാമന് നീ യാഗപീഠത്തിൽ വെക്കണം. ഇന്ന് പകൽക്കാലം ദൈവം എന്ന് പറഞ്ഞാലും ദൈവം ചെയ്യുവാൻ പറയുന്നതാ. ഇന്ന് പകൽക്കാലം യാഗപീഠത്തിൽ നീ വയ്ക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ കഴിവുകളാകാം, അവർ നമ്മുടെ ബുദ്ധികളാകാം, അവർ നമ്മുടെ സാമർഥ്യമാകാം, നമ്മുടെ പണമാകാം, അവർ എന്തോ ആകട്ടെ, അവർ അപ്പൻ പറഞ്ഞാൽ യാഗപീഠത്തിൽ വച്ചേ മതിയാകോ. പ്രൈസ് ദി ലോർഡ്. അക്കരെ എത്തണമെങ്കിൽ ഒരു വിശ്വാസം മാത്രം പോരാ, ഈ ഉടമ്പടിയുടെ പെട്ടി നിന്റെ കയ്യിലുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നീ ഒരു നിയമമായി തീരണം, നിങ്ങളൊരു തീരുമാന പ്രതിജ്ഞയുള്ളവരായി തീരണം, നിങ്ങൾ ഉടമ്പടിയുള്ളവരായി തീരണം. അതാണ് ഈ പെട്ടി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പെട്ടകത്തിന് വേറൊരു പേരുണ്ട്. ആ പേരാണ് സാക്ഷ്യപ്പെട്ടകം. സാക്ഷ്യപ്പെട്ടകം. അപ്പോ ഒരു ദൈവ പൈതൽ, അക്കരെ പോകുവാൻ ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതൽ അവർ ജീവിതത്തിൽ സാക്ഷ്യമുള്ളവനായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാണ്. ലോകം നമ്മെ കാണുന്നത് ക്രിസ്തുവിനെ ആയിരിക്കണം. അത് നമ്മെ വായിക്കുമ്പോൾ നമ്മിലൂടെ ക്രിസ്തുവിനെ അവർ വായിക്കണം. അതാണ് ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം ചിന്തിക്കൂ. നമ്മുടെ ചുറ്റുപാടുകളിൽ പോകട്ടെ, ചുറ്റുപാടുകൾ ഒരുപക്ഷെ അസൂയ കൊണ്ട് നല്ല സാക്ഷി നമ്മെ കുറിച്ച് പറഞ്ഞെന്ന് വരത്തില്ല. ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ സാക്ഷി ജീവിതം എങ്ങനെയാണ്? ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാൻ കഴിയുമോ? വ്യക്തിപരമായി ഒന്ന് ചിന്തിക്കൂ. യോബിനെ കുറിച്ച് സാത്താന്റെ മുൻപിൽ കർത്താവ് സാക്ഷി പറഞ്ഞു. അവൻ മറിയോടുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞു, ഇവൻ ഏറ്റവും നല്ലതാ തിരഞ്ഞെടുത്തത്. അവൻ സ്വന്തം ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസ്, ഫിലിപ്പോസ്, തുടങ്ങിയവരെ പോലുള്ളവർ അവർ നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. ഇന്ന് പകൽക്കാലം തമ്പുരാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് സാക്ഷ്യം പറയുമോ? പിശാച് യോശുവയെ കുറ്റം ചുമത്തുമ്പോൾ അവൻ 70 ആണ്ടിന്റെ പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന നിമിഷത്തിന് അവൻ വസ്ത്രത്തിലെ കറ കണ്ടിട്ട്, അടുക്ക് കണ്ടിട്ട് അവൻ കുറ്റമാരോപിക്കുന്ന സമയത്ത് അവൻ പിശാചിനോട് പറയുക, ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയ. പ്രൈസ് ദി ലോർഡ്. നീതീകരിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. ദൈവം നമ്മെ കുറിച്ച് സാക്ഷിക്കട്ടെ. അവൻ സ്തോത്രം. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമായി തീരണം. ഈ പെട്ടകം എന്ന് പറയുന്നത് ഇത് സാക്ഷ്യത്തിന്റെ പെട്ടകമാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, സമയം തീർന്നു, സമാപനം ഞാനിവിടെ പുസ്തകം ആഗ്രഹിക്കുന്നു. ഈ പെട്ടകത്തിന് വേറെയും അനേക പേരുകളുണ്ട്. ഒരു പേരോട് പറയാം, ഇത് ദൈവത്തിന്റെ പെട്ടകമാണ്. ദൈവത്തിന്റെ പെട്ടകമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പെട്ടകം എന്നാൽ അതിന്റെ മുഴുവൻ കൺട്രോൾ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുഴുവൻ ഓണർ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഉടമ്പടി ചെയ്ത് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന പെട്ടകങ്ങളായി ദൈവമായി മാറ്റപ്പെട്ടിരിക്കുന്ന
ദൈവത്തിന്റെ പൈതൽ ഓർക്കണം. അവൻ സ്വന്തം നമ്മൾ ദൈവത്തിന്റെ അണ്ടറിലാണ്, ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ശക്തിക്കും അവൻ തൊടുവാനായി കഴിയത്തില്ല. Praise God. ദൈവത്തിന്റെ കൺട്രോളിലാണെങ്കിൽ അവൻ ആർക്കും നമ്മെ ദുർബലപ്പെടുത്തുവാൻ കഴിയത്തില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, 2 കൊരിന്ത്യർ 6:19, നിങ്ങൾ താങ്കാങ്ങൾക്കുള്ളവരല്ല, അവൻ സ്വന്തം നിങ്ങൾ ദൈവത്തിന് വേണ്ടി ദൈവത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന് അവൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നമ്മളാരും നമുക്കുള്ളവരല്ല, നമ്മുടെ മക്കൾക്കുള്ളവരല്ല, നമ്മുടെ ബന്ധുക്കൾക്കുള്ളവരല്ല, നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. അതുകൊണ്ട് നാം ദൈവത്തിനുള്ളവരാണ്. Praise the Lord. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്ക് ഇവിടെ ഉപസംഹരിക്കട്ടെ.